അപ്പം ശരി, നമ്മുടെ ഓണം എത്തി. എവിടെന്നെങ്കിലും മാവേലി ഒപ്പിക്കണ്ടേ? ഏത് പാതാളത്തിൽ നിന്നാണെന്ന് പറഞ്ഞാലും മാവേലിയില്ലെന്നേ. ഓണപരിപാടിക്ക് ഓണപരിപാടി കടകളുടെ മുമ്പിലൊന്നുമില്ല. എല്ലാവർക്കും നല്ല ഡിമാൻഡ്. ഞാനൊന്ന് നമ്മുടെ സുഹൃത്തുണ്ട്, പുള്ളി സ്ഥിരനടനൊക്കെയാണ്. പുള്ളി അത്യാവശ്യം മാവേലി വേഷം കിട്ടുന്ന ഒരാളാണ്. അപ്പോൾ ഗോൾഡൻ മാവേലി ആവൂ? കിട്ടുമെന്ന് വിളിച്ചു നോക്കാം. നോക്കട്ടെ. കൊല്ലത്തെ ഈ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരക്കം പായുമായിരുന്നു. ഒരിടത്തും ഇല്ല. നീ കണ്ടോ എവിടെയെങ്കിലും? ടൗണിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ മാവേലിയെ പോയി കാണാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇനി എന്തായാലും നമുക്ക് എ കെ ആനന്ദ് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞില്ലേ സീരിയൽ താരം, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവാം. നമസ്കാരം. വാ. സുഖം. സുഖമാണോ? ഒന്നും പറയണ്ട. നമ്മള് മാവേലി തമ്മിൽ കൊല്ലം ജില്ലയിൽ ഒറ്റ മാവേലി ഇല്ലല്ലോ. മാവേലി എങ്ങനെ വരും? കാരണം എന്ന് പറഞ്ഞാൽ മാവേലിക്ക് ചിലവുള്ളതല്ലേ. എല്ലാവരും സോമാലിയക്കാരായ മാവേലിമാരേ ഉള്ളൂ ഇപ്പോൾ. കാരണം എന്ന് പറഞ്ഞാൽ അല്ല, നല്ല മാവേലിക്ക് പൈസയൊക്കെ വേണം. എങ്ങും കിട്ടാനില്ല. സാധാരണ ഇപ്പം എന്തെങ്കിലും പരിപാടികൾക്ക് മാവേലി ഉണ്ടെങ്കിൽ പോലും ആദ്യത്തെ വിളി വന്നിട്ട് പിന്നെ രണ്ടാമത് ഫോൺ കട്ടാവുക. കാരണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചിലവുണ്ട് മാവേലിക്ക്. അല്ലാതെ നമ്മളിപ്പോൾ ഈ ഒരു ഓലക്കുട എടുത്ത് വെച്ചിട്ട് മാത്രമേ വരുന്നൊരു മാവേലി സങ്കല്പമല്ല. അദ്ദേഹം അസുര ചക്രവർത്തിയാണ്. ആ മനുഷ്യനെ ഇത്രത്തോളം വികലമാക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. അല്ല, ഞാനിങ്ങനെ പോയപ്പോഴേ കോവിഡിന് മുമ്പൊക്കെ വരെ പല കടകളുടെ വാതിക്കലും മാവേലി ഉണ്ടാവാറുണ്ട്, മാവേലി വേഷധാരി ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ സാധനം ചെലവാണ്. ഇപ്പൊ അവർ ചെയ്യുന്ന ചെലവ് മാത്രമല്ല, കാരണം അവരിപ്പോ നോക്കുമ്പോൾ ഫ്ലെക്സ് അടിച്ചിട്ട് അതിനകത്ത് മറ്റേ കാർഡ്ബോർഡ് വെച്ച് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് അതേ കണക്ക് അത് കടയുടെ ഫ്രണ്ടിൽ വെച്ചേക്കും. മറ്റേ മേക്കപ്പിന് പൈസ ഉണ്ടാ, കോസ്റ്റ്യൂംസിന് പൈസ ഉണ്ടാ, നിൽക്കുന്ന ആളിന് പൈസ ചിലവില്ല, 5 പൈസയും ചിലവില്ല. ആ കാർഡ്ബോർഡ് അടിക്കുന്ന പൈസയുള്ളൂ. അതേ കണക്ക് അത് ചെയ്തതുകൊണ്ട് എന്നെയൊക്കെ പോലെ പാവപ്പെട്ട കലാകാരന്മാർക്കുള്ള അവസ്ഥകൾ നഷ്ടപ്പെട്ടു, അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഒറിജിനൽ മാവേലിയായിട്ട് ഇറങ്ങണമെങ്കിൽ ഒറിജിനൽ ഹെയർ വേണം. അല്ല, ഇത് ചകിരിനാറല്ല, ഇത് ഒറിജിനൽ ഹെയർ. ഒറിജിനൽ ഹെയർ. ഇപ്പോൾ ഈ ഹെയറിന് ഒരു എണ്ണം വേണമെങ്കിൽ 20,000 രൂപയ്ക്കകത്ത് വേണം. ഇപ്പോൾ കണ്ണഞ്ചി തന്നെ ഇപ്പം ഇങ്ങനെ ഇല്ലേ മാവേലിയായിരിക്കും. ഇത് കണ്ടോ, ഇത് കണ്ടുപിടിച്ചു വെച്ചോ. ഇത് ഒറിജിനൽ ഒന്നും ചെയ്യേണ്ട. ഇത് കണ്ടോ, പിന്നും വേണ്ട ഒന്നും വേണ്ട. ഇത് ഒറിജിനൽ മാവേലിയായില്ലേ കണ്ണൻ ചേട്ടൻ? ഒറിജിനൽ മാവേലിയായില്ലേ? കിരീടം എടുത്ത് വെച്ചോ. അതങ്ങനെയല്ലേ വെക്കണ്ടേ? അത് ഇങ്ങനെ എടുത്ത് വെച്ചോളൂ. അപ്പോൾ ഇപ്പോൾ ഒറിജിനൽ മാവേലിയായില്ലേ? ഒറിജിനൽ മാവേലി. ഇപ്പോൾ ഇത് മാത്രം ഒന്ന് നോക്കൂ. ഈ കിരീടം സെറ്റ് ചെയ്യണമെങ്കിൽ എത്ര രൂപ? 19,000 രൂപ 20,000 രൂപ ഈ കിരീടം സെറ്റ് ചെയ്യണമെങ്കിൽ വേണം. ഇത് നമ്മൾ പുതിയതായിട്ട് 2 സെറ്റ് കോസ്റ്റ്യൂംസ് ചെയ്തു. കാരണം ഒരു ദിവസം ഇടുന്നത് പിറ്റേ ദിവസം ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കോസ്റ്റ്യൂംസ് ഈ ഒരെണ്ണം ഇടാൻ പറ്റിയിട്ടുള്ള കോസ്റ്റ്യൂംസ് തന്നെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള, നല്ല വൃത്തിയായിട്ടുള്ള, ഇറങ്ങിയ നല്ല മെനയായിട്ട് നിൽക്കത്തക്ക രീതിയിലുള്ള സാധനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നെഞ്ചാരമാണ്. ഇപ്പം നമ്മളിപ്പം ഒരാളുടെ സഹായം വേണം, ഒരാളെ നമ്മളെ കൂടെ വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഇതിപ്പം നമ്മൾ നെഞ്ചാരമാണ്. ഇത് ഒട്ടിക്കണമെങ്കിലും എടുക്കണമെങ്കിലും നമ്മളിപ്പോൾ വിളിക്കുന്നവരെ കൊണ്ട് നമുക്കത് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. പുതിയ ഷൂ ഒരെണ്ണം വാങ്ങിച്ച് അതിനകത്ത് നമുക്ക് പാവപ്പെട്ടവരെ കൊണ്ട് മറ്റേ ഇത് ചെരുപ്പ് പണിയുന്നവരെ കൊണ്ട് പണിയിപ്പിച്ച് ഇതിനുവേണ്ടി ഇപ്പോൾ ഇത്രയും പൈസ ചിലവാക്കണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിളിക്കുന്നവർ ആദ്യം വിളിക്കുന്നവർ പിന്നെ വിളിക്കത്തില്ല. അവർക്കൊരു 2,000 രൂപയുടെ മാവേലി മതി. കാരണം മേക്കപ്പിൻ്റെ സാധനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിലയാണ്. മേക്കപ്പ് ചെയ്യുന്ന ആളിന് പൈസ കൊടുക്കണം, കോസ്റ്റ്യൂമർക്ക് പൈസ കൊടുക്കണം, പിന്നെ നമ്മുടെ കൂടെ ഒരു പയ്യനുണ്ട്, അവർക്ക് പൈസ കൊടുക്കണം. കാരണം ഇത് ഇത്രയും സെറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ 10,75,000 രൂപയ്ക്കെത്താവും. അപ്പോൾ നോക്കുമ്പോൾ ഇത് നമ്മുടെ മനസ്സിൻ്റെ ഇവിടെ സന്തോഷത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇറങ്ങിയപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2-3 പരിപാടി ചെയ്തോളെങ്കിൽ ഗംഭീരമായിട്ട് നമ്മുടെ കളക്ടർ ഉൾപ്പെടെ എല്ലാവരും വളരെ നല്ല കാര്യമായിട്ടൊക്കെ പറഞ്ഞ്. കാരണം ഗാന്ധി ഭവൻ്റെ നമ്മുടെ സോമരാജ് സാറ് കാരണം നല്ലൊരു മാവേലിയെ കാണാൻ പറ്റിയെന്ന് അവർ പറഞ്ഞു. പക്ഷേ ഈ ഇത്രയും അവാർഡുകളും അംഗീകാരങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടും നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങിയ കലാകാരൻ്റെ അവസ്ഥയാണ്. എന്ത് വന്നാലും ശരി, ആദ്യത്തെ അടി പ്രഹരം കിട്ടുന്ന പറയുക കലാകാരനാണ്. മാവേലി വേഷമല്ല, മാത്രമല്ല നാടക ട്രൂപ്പുണ്ട്. നാടക ട്രൂപ്പ് 10 മണിക്ക് ശേഷം മൈക്ക് സാങ്ഷൻ ഇല്ല. കൊറോണ വന്നു. കൊറോണ എല്ലാം തകർന്ന് തരിപ്പണമായിപ്പോയി. അതിൻ്റെ കൂടെ 10 മണിക്ക് ശേഷം കലാകാരന്മാർക്കുള്ള ഉപജീവന മാർഗവും ഇല്ലാതായി. കൊല്ലം ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഞങ്ങൾ യാത്ര ചെയ്തു. പലയിടങ്ങളിലും കടകളുടെ മുന്നിൽ സാധാരണ മാവേലി കാണുന്നതാണ്. ഇത്തവണ കൊല്ലം ജില്ലയിൽ ഈ ഫ്ലെക്സിൽ തീർത്ത മാവേലികളാണ് പല കടകളുടെ മുന്നിൽ കാണാൻ സാധിച്ചത്. എന്തായാലും മാവേലിയെ കണ്ടത് അല്ലെങ്കിൽ മാവേലി ഒരുങ്ങുക, യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ മാവേലി ഒരുങ്ങുക എന്നുള്ളതും അല്പം ചിലവ് കൂടിയ കാര്യമാണെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.